എന്റെ സ്റ്റാഫുകൾക്ക് കൊടുക്കണം. അറിയാത്ത ആൾക്കാർ പോലും വെറുതെ ഓരോ എടുത്തിട്ട് കണ്ടന്റ് ആക്കുന്നു, ക്യാപ്ഷൻ കൊടുക്കുന്നു. അത് വഴി നിങ്ങൾ ഇത് എടുക്കണം. നിങ്ങളിൽ കൂടിയാണ് ഞങ്ങളുടെ പബ്ലിസിറ്റി. കാരണം വെച്ചാൽ നേരത്തെ അച്ഛന്റെ ഒലിവിയെ കൂടെ മാത്രം കസ്റ്റമേഴ്സേ കാണുന്നുള്ളൂ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒലിവിയ ഡിസൈൻസിൽ 2 വീഡിയോ കണ്ടു. ഒന്ന് അവരുടെ ചാനലിൽ ഞാൻ ഒരു വീഡിയോ കണ്ടു, ഒന്ന് വേറൊരു ന്യൂസ് ചാനലിൽ അവർ കൊടുത്തിട്ടുള്ള ഒരു ഇന്റർവ്യൂ പോലത്തെ സെറ്റപ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. രണ്ടിലും അന്യദ്രമം അമ്പി കളിക്കണമെന്നാണ് എനിക്ക് തോന്നണം പേഴ്സണലി. അപ്പോൾ രണ്ടിലോട്ട് ഞാൻ വരാം. അതിനു മുന്നേ നിങ്ങൾ കൺമണിക്കെതിരെ എന്തോ കേസ് കൊടുക്കും. കൺമണി ആദ്യം ഈ പറയുന്ന പോലെ നിങ്ങൾക്കെതിരെ നെഗറ്റിവിറ്റി ഈ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ട കൺമണിയാണ്. കൺമണിക്കെതിരെ നിങ്ങൾ കേസ് കൊടുക്കുമെന്ന് നിങ്ങൾ പറഞ്ഞ് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൺമണിക്കെതിരെ മാത്രം കൊടുത്താൽ പോരാ. ഈ നിങ്ങൾക്കെതിരെ സംസാരിച്ച ഓരോരുത്തർക്കെതിരെ നിങ്ങൾ കേസ് കൊടുക്കണം. കാരണം നിങ്ങൾക്കെതിരെയാണ് ഈ പറയുന്ന യൂട്യൂബേഴ്സ് എല്ലാവരും കൂടി അങ്ങ് ആഞ്ഞടിച്ചതെന്ന് പറഞ്ഞ് നിങ്ങൾ കേസ് കൊടുക്കണം. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. സത്യം, അത് നിങ്ങൾ ചെയ്യാം. എങ്കിലേ ഈ പറയുന്ന സിബിയണ്ണന്റെ കയ്യിലെന്നും അച്ചുചേച്ചിയുടെ കയ്യിലെന്നും ഇത്രയും കുട്ടികൾക്ക് ദുരനുഭവം ഉണ്ടായ കുട്ടികൾക്കെല്ലാം മുന്നോട്ട് വന്ന് നിങ്ങൾക്കെതിരെ നിൽക്കാൻ സാധിക്കത്തുള്ളൂ. കാരണം അവർക്ക് പേടിയാണ്, അവർക്ക് നല്ല പേടിയില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ ഞങ്ങൾ വിട്ട വോയിസുകൾ, ഇപ്പൊ ഞങ്ങളെന്ന് ഞാൻ പറഞ്ഞു, ഞാൻ വിട്ട കുറെ വോയിസ് ഉണ്ട്. ഞാൻ ഈ പെൺകുട്ടികൾ എന്നോട് സംസാരിച്ച വോയിസുകൾ കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ വോയിസിലുള്ള പെൺകുട്ടികളൊക്കെ മുന്നോട്ട് വരും. മനസ്സിലായ? നിങ്ങൾ ആ ഒരു രീതിയിൽ കൺമണിയിൽ ഒതുങ്ങാതെ എല്ലാവർക്കെതിരെയും കേസ് കൊടുക്കണം. അതാണ് അതിൻ്റെ ഒരു ഭംഗി. മനസ്സിലായ? നമുക്ക് അതിലോട്ടൊക്കെ വരാം. അതിനു മുന്നേ നമ്മുടെ ഒലിവിയ ചേച്ചി ഇന്നൊരു സാധനം ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ. ആ വീഡിയോയുടെ കുറച്ച് ഭാഗം ഞാൻ ഒന്ന് കൊടുക്കാം. ഒരു സ്ഥലത്ത് ചെന്ന് ഒരു സാധനം മേടിച്ചിട്ട് അതിന് ഇത്ര രൂപയെന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കുക എന്തെങ്കിലും ഒന്ന് കുറച്ച് തരാമോ, അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ. ഒരു സാധാരണക്കാരൻ പോലും ഒരു 10 രൂപയുടെ സാധനം മേടിച്ചിട്ട് ചോദിക്കുക ഇത് 5 തരുമോ? അത് അവന്റെ അവകാശമാണ്, അവന്റെ അവൻ ആ ഒരു അത് കോമൺലി ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഒരു മാനുഫാക്ചറിനോട് നമ്മൾ ഒലിവിയ പറയുന്നത് ഞങ്ങൾക്ക് ഈ റേറ്റ് തരാമോ, ഞങ്ങൾക്ക് തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോയി അവരുടെ കട മൊത്തം കൂടെ ആളെ വെച്ച് എടുത്തുകൊണ്ടൊന്നും പോരത്തില്ലല്ലോ. അവരെ മസിൽ പിടിക്കും, അവരെ ഭീഷണിപ്പെടുത്തി ഇടിച്ചു പറിച്ചൊന്നും അവരുടെ പ്രോഡക്റ്റിന് വരത്തില്ലല്ലോ. അവർ തരാൻ വില്ലിംഗ് ആയിട്ടല്ലേ ഞങ്ങൾക്ക് ആ റേറ്റിൽ കിട്ടുന്നത്. ഞങ്ങൾ റെഡി ക്യാഷ് കൊടുത്തിട്ടാണ് ഓരോ മാനുഫാക്ചറിന്റെ കയ്യിൽ നിന്നും പേയ്മെന്റ് ഞങ്ങൾ കടം പറഞ്ഞിട്ടല്ല സാധനം എടുക്കുന്നത്. ഞങ്ങൾ അവർ പറയുന്ന റേറ്റ് എത്രയാണോ ഞങ്ങൾ റെഡി ആയിട്ട് കൊടുക്കുന്നു. അതിന് അവർക്ക് തരാൻ താല്പര്യമില്ലെങ്കിൽ ഞാൻ അവരെന്തിനേക്ക് കിടന്ന് കോപിക്കുന്നത്, എനിക്ക് തരാൻ താല്പര്യമില്ലെന്നേ ഞങ്ങൾ അടുത്ത സ്ഥാനം നോക്കും. പിന്നെ ഞങ്ങളുടെ മാനുഫാക്ചേഴ്സിന് ഒരു പ്രശ്നവും ഇല്ല. ഞങ്ങൾക്ക് അവർക്ക് ആ ഒരു പ്രോഫിറ്റ് അവർക്ക് മതി. പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾ ഈ ഒരു പ്രോഫിറ്റിന് മേടിച്ചിട്ട് ഞങ്ങൾ 1000-നോ 1500-നോ കൊടുത്താൽ ഈ മാനുഫാക്ചേഴ്സിന് പറയാം ഞങ്ങളുടെ കയ്യിൽ നിന്ന് അവർ ഈ ഒരു റേറ്റിന് ബാർഗെയിനിങ് ചെയ്ത് പിഴിഞ്ഞ് മേടിച്ചിട്ട് അവർ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് താഴ്ത്തറത്ത് മേടിക്കുന്നെന്ന് പറയും. പക്ഷെ ഞങ്ങൾ ഇവരിൽ നിന്ന് ബാർഗെയിനിങ് ചെയ്യുന്നു. ഞങ്ങളുടെ കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള കമ്മീഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കസ്റ്റമർക്ക് നിസ്സാര റേറ്റിന് കൊടുക്കുന്നു. അതിലെന്താണ് ഇത്ര ഇത്? അതിലെന്താ ഇത്ര ഇതെന്നാണ് എനിക്ക് എത്ര കോമൺ സെൻസ് ഉള്ള ഒരു മനുഷ്യർക്കും ചിന്തിക്കാൻ പറ്റത്തില്ല. പിന്നെ ഈ മാനുഫാക്ചേഴ്സ് എന്ന് പറയുമ്പോൾ അവർക്കും ഓൺലൈൻ ചെയ്തുകൂടെ? ഞാൻ അച്ചു രാവിലെ വന്ന് പറയുന്നു ഒലിവിയെന്ന് മാത്രമേ സാധനം വാങ്ങിക്കാവൂ, ഒലിവിയ മാത്രമാണ് കേരളത്തിലെ വിലക്കുറവ്, ഒലിവിയ ആനയെന്ന് ചോദിക്കും. ചേനയെന്ന് പറയുന്നത് നമ്മുടെ അച്ചു ചേച്ചിയുടെ ഒരു മെയിൻ ഹോബിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആനയെന്ന് ചോദിക്കുമ്പോൾ ചേന എന്നാണ് പറയുന്നത്. ഒരു ബന്ധമില്ലാതെ പറയാം. നിങ്ങളുടെ അവിടെ സ്ഥാപനത്തിൽ ഈ പറയുന്ന പോലെ കുറഞ്ഞ റേറ്റിന് സാധനം കൊടുക്കുന്നത് അല്ലെങ്കിൽ ഫ്രീ ഡെലിവറിക്ക് സാധനം കൊടുക്കുന്നതിന് ഒരിക്കലും ഞാൻ എതിരല്ല. അത് നല്ലൊരു കാര്യം. അതല്ല നമ്മുടെ ഇവിടുത്തെ വിഷയം. അപ്പൊ ചേച്ചിയുടെ അടുത്ത് ആനയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചേനയെന്ന് പറയരുത്. ചേച്ചിയുടെ വിചാരം ചേച്ചിയുടെ സ്ഥാപനത്തിന് എല്ലാവരും കൂടി അങ്ങ് ചേച്ചി ഈ പറയുന്ന പോലെ വളരെ വില കുറച്ച് സാധനങ്ങൾ കൊടുക്കുന്നതും ഫ്രീ ഡെലിവറിയൊക്കെ ആയിട്ട് കൊടുക്കുന്നത് കൊണ്ട് ഈ പറയുന്ന പോലെ സ്ഥാപനത്തിനെതിരെ ആ സ്ഥാപനം പൂട്ടിയിട്ട് ബാക്കിയുള്ള ഏതോ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന പോലെയാണ് ചേച്ചിയുടെ വർത്തമാനം. എൻ്റെ പൊന്നു ചേച്ചി, അതൊന്നും അല്ല അവിടുത്തെ വിഷയം. അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരും ആയിട്ടുള്ള ഒരുപാട് പേർക്കുള്ള പ്രശ്നങ്ങളാണ് അവിടെ സംസാരിക്കുന്നത്. പിന്നെ നിങ്ങൾ ജയ് വിളിച്ച് കുറേ പേരെ കൊണ്ട് നടന്നല്ലോ. മറ്റേ മിനി കൂപ്പറൊക്കെ കൊണ്ടുവന്ന് സാറും ചേച്ചി ഞങ്ങളുടെ ചങ്കാണ് എന്നൊക്കെ പറഞ്ഞ് ജയ്യും വിളിച്ചുകൊണ്ടൊക്കെ വീഡിയോ ഒക്കെ ചെയ്തല്ലോ. ഇപ്പോൾ അവിടെ നിലവിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കുക. ഇന്ന് ഞാൻ രാവിലെ ഒരു വോയിസ് വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിലൊന്ന് ഈ പറയുന്ന പോലെ ഒരു സ്റ്റാഫ് ഇപ്പോഴത്തെ ഗ്രൂപ്പിലുള്ളവരായിരിക്കുമല്ലോ ഈ വോയിസ് വഴി പുറത്തു വന്നത്. നിങ്ങളൊന്ന് ചിന്തിക്കുക. ഈ ജനങ്ങളാണ് ചിന്തിക്കേണ്ടത്. ഇത് അവർ ചിന്തിക്കേണ്ട, അവർക്കത് അറിയാം. ജനങ്ങളാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ ഇപ്പോഴും അവിടെ അവരുടെ അടിമക്കണക്കിന് നിൽക്കുന്ന സ്റ്റാഫുകൾ ഉണ്ടെന്നാണ് അർത്ഥം. കാരണം അവർക്ക് ഇപ്പോഴും അവർ ഈ ചെയ്യുന്ന പ്രവൃത്തികളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാണ്ട് ഗതികേട് കൊണ്ട് അവിടെ നിന്ന് പോകുന്ന സ്റ്റാഫുകൾ ഉണ്ടെന്നല്ലേ അർത്ഥം. അതുകൊണ്ടല്ലേ ആ വോയിസുകൾ പുറത്തു വരുന്നത്. മനസ്സിലായ? അത് മനസ്സിലായി. ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി. കാരണം ഇപ്പോഴും അവരുടെ ഗതികേട് കൊണ്ട് അവിടെ നിൽക്കുന്നവരും കാണുമെന്നല്ല ഉണ്ട്. അതുകൊണ്ടല്ല അവർ ആ വോയിസുകളും കാര്യങ്ങളൊക്കെ പുറത്തു വിടുന്നത്. മനസ്സിലായോ? അത് ലോജിക്ക് വെച്ച് ചിന്തിച്ചാൽ മതി. അല്ലാതെ നിങ്ങളെ സ്ഥാപനത്തിനെ പൂട്ടിക്കെട്ടണമെന്നോ അല്ലെങ്കിൽ നിങ്ങൾ ഇത്ര വില കുറച്ച് കൊടുക്കുന്നതുകൊണ്ടോ ഒരിക്കലും നെഗറ്റീവ് പറയത്തില്ല. നിങ്ങൾ വില കുറച്ച് കൊടുക്കുന്നത് നല്ല കാര്യം. പക്ഷേ ഈ പറഞ്ഞതുപോലെ
അവിടുത്തെ സ്റ്റാഫുകൾ ലേബേഴ്സിന് ഉണ്ടാകുന്ന ഇഷ്യൂസ് ഉണ്ടായിട്ടുള്ള ഈ സിബി എന്ന് പറയുന്ന വ്യക്തിയുടെ അടുത്ത് നിന്ന് വളരെ മോശമായ രീതിയിൽ വരെ പെൺകുട്ടികൾക്ക് ഉണ്ടായിട്ടുള്ള അനുഭവം, ഈ സാധനങ്ങളൊക്കെയാണ് ചർച്ച ചെയ്ത് ഇത്രയും വിഷയമായത്. അല്ല നിങ്ങൾ അവിടെ വില കുറച്ച് കൊടുത്തെന്നാൽ നിങ്ങൾ എന്ത് കൊടുത്തെന്നാൽ ഫ്രീ ആയിട്ട് കൊടുത്തെന്നാൽ നമുക്കൊരു വിഷയമില്ല. അതൊന്നും എനിക്ക് എൻ്റെ ഇതിൽ പെടുന്ന കാര്യമില്ല, മനസ്സിലായ? നിങ്ങൾ സത്യം പറഞ്ഞാൽ കേസ് കൊടുക്കണം. നിങ്ങൾക്കെതിരെ ഇത്ര ആരോപണങ്ങൾ ഉണ്ടായല്ലോ എന്ന് പറഞ്ഞ് കേസ് കൊടുക്കണം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കുറച്ച് പിള്ളേർ നിങ്ങൾക്കെതിരെ കേസ് കൊടുത്തിട്ടില്ലേ? ഞാനൊന്ന് പറഞ്ഞാലേ കൂടിപ്പോ നമുക്കത് വഴിയേ വരാം. നിങ്ങൾ ഈ കേസ് കൊടുക്കും എന്ന് പറഞ്ഞ് ഓരോരുത്തരെ ഭീഷണിപ്പെടുത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഒന്നുകിൽ ചെയ്ത തെറ്റ് അക്സെപ്റ്റ് ചെയ്തിട്ട് മാപ്പ് പറയുക, ആ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. നിങ്ങൾ സിബി എന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുന്ന സിബി അണ്ണൻ ഓരോ പെൺകുട്ടികളെടുത്ത് കാണിച്ചിട്ടുള്ള പ്രവൃത്തികൾ, പിന്നെ അപ്പൊ പറയും തെളിവ് കൊണ്ടുപോവാ. എവിടെയുടെ CCTV പോലും ഇല്ലാത്ത ഈ സ്ഥാപനത്തിൽ തെളിവ് കൊടുത്തോണ്ട് വരാൻ ചിന്തിക്കും. CCTV ഉണ്ടെങ്കിൽ എടുത്ത് ചെക്ക് ചെയ്യുക. ഇതെവിടെ? അതാണ് സൈക്കോളജിക്കൽ CCTV പോലും വച്ചിട്ടില്ല. കാരണം എന്ത് ആവാസം കാണിച്ചു കഴിഞ്ഞാലും നാളെ അതിനൊരു തെളിവ് ഉണ്ടാകരുത്. അതാണ് മെയിൻ ലക്ഷ്യം. ബാക്കി ഇന്ന് ടെക്നോളജി ഒക്കെ വളർന്നിട്ടുണ്ട്. എനിക്കെതിരെ കമന്റിൽ കൂടെ വന്ന്, ഒറിജിനൽ ID കൂടെ വന്ന്, കമന്റിൽ കൂടെ വന്ന് ആരൊക്കെ ആക്ഷേപിച്ചിട്ടുണ്ടോ അവരെ എല്ലാം ഞാൻ വീഡിയോയുടെ മുന്നിൽ കൊണ്ടുവരും. എനിക്കെതിരെ ഒരാൾ ആക്ഷേപിച്ചു, ആ ആൾക്കുള്ള അപ്ലൈ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ എന്റെ ജോലി സ്ഥാപനത്തിൽ വന്നവർ എനിക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കംപ്ലീറ്റ് കാര്യങ്ങളും ഞാൻ വീഡിയോയുടെ മുന്നിൽ കൊണ്ടുവരും. അതിനൊക്കെ എനിക്ക് സമയമുണ്ട്. ഇനി എനിക്ക് അതിനായിട്ടുള്ള കാരണം അതേപോലെ തന്നെ ഓരോ വ്യക്തികൾക്ക് നേരെയും നിയമത്തിന്റെ സഹായത്തോടു കൂടി ഞാൻ മുൻപോട്ട് പോകും. ഇതൊന്നും ഇവിടെ വെച്ച് ക്ലോസ് ആയിട്ടില്ല. നിങ്ങൾ ഒരുപാട് പേരുടെ വീഡിയോസുകൾ ചെയ്ത് കാണും, ഒരുപാട് പേരെ നിങ്ങൾ ഭീഷണിയുടെ മുൻമുനയിൽ നിർത്തി കാണും, അവരൊക്കെ പേടിച്ച് ഓടിക്കാണും, അവരൊക്കെ പൂട്ടി താഴിട്ട് കാണും, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് വന്ന് ക്ഷമാപണം പറഞ്ഞു കാണും, അവർ നിങ്ങൾക്ക് ക്യാഷ് സെറ്റിലാക്കി കാണും. അതൊക്കെ കണ്ടുകൊണ്ട് ആ ലെവലിൽ കുറയ്ക്കുക. ആ ലെവലിലാണ് അച്ഛന്റെ സിബിയുടെ അടുത്ത് നിങ്ങൾ കളിക്കാൻ വന്നത്. ആ കളി, ആ പരിപ്പ് ഈ കലത്തിൽ വേവില്ല മക്കൾ. എങ്കിൽ പരിപ്പിലും കലത്തിലും ഒന്നും വേവിക്കാതെ ചേച്ചി ഇരുന്നു എന്നേ എനിക്ക് പറയാനുള്ളൂ. വേറൊന്നും കൊണ്ടല്ല. നിങ്ങളൊരു കാര്യം ചിന്തിക്കണം. ഈ എവിടെയോ കിടക്കുന്ന പെൺകുട്ടികൾ നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ വന്ന് കുറച്ച് ദിവസം അല്ലെങ്കിൽ കുറച്ച് വർഷം, കുറച്ച് മാസം ജോലി ചെയ്ത് ഇത്രയും ദുരനുഭവം ഉണ്ടായി അവർ പേടിച്ച് നമ്മൾ ഓരോരുത്തരെ വിളിച്ചു പറഞ്ഞു, ചേട്ടാ അത് പുറത്തറിയാം, ഞങ്ങളുടെ പേരറിയല്, കാരണം ഞങ്ങൾക്ക് ഫാമിലി ഉണ്ട്, കല്യാണം കഴിഞ്ഞ് ജീവിക്കുകയാണ്, അങ്ങനത്തെ രീതിയിൽ വരെ പിള്ളേർ വരുന്നുണ്ട്. കാരണം പക്ഷെ ഇത്രയും ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് ഇത് ഞങ്ങൾക്കൊരു ബാഡ് അനുഭവം ഉണ്ടായിട്ടുണ്ട്, അത് പറയാതിരിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന പെൺപിള്ളേരാണുണ്ട്. ഒരിക്കലും നിങ്ങളുടെ സ്ഥാപനത്തിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ അവർക്കുണ്ടായ അനുഭവമാണ് അവർ ഷെയർ ചെയ്യുന്നത്. ഇത്രയും പെൺകുട്ടികൾ അവർക്ക് എന്താണ് ലാഭം? നിങ്ങളുടെ സ്ഥാപനത്തിനെ തകർത്തിട്ട് എന്ത് ലാഭമാണ് അവർക്ക് കിട്ടാനുള്ളത്? ഉത്തരം എന്താ ചേച്ചി? എന്ത് ലാഭമാണ് എവിടെ കിടക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും കുറെ പെൺപിള്ളേർക്ക് നിങ്ങളുടെ സ്ഥാപനം നശിപ്പിച്ചിട്ട് എന്ത് ലാഭമാണ് അവർക്ക് കിട്ടാനുള്ളത്? ചേച്ചി ചുമ്മാ ഘോര പ്രസംഗിക്കുകയാണ് വീടും മൈക്കും ക്യാമറയൊക്കെ കണ്ടപ്പോൾ. ചേച്ചി ഇത് ചുമ്മാ, ഞാൻ പറഞ്ഞില്ലേ, മാപ്പ് പറഞ്ഞ് ഒതുങ്ങിക്കൂടിയ ഓക്കെ, വീണ്ടും നിങ്ങൾ ബിസിനസ് കണ്ടിന്യൂ. പക്ഷെ ചെയ്ത തെറ്റ് അക്സെപ്റ്റ് ചെയ്യാത്തിടത്തോളം കാലം എൻ്റെ മോനെ ശരിയാവത്തില്ല. നിങ്ങളെ സ്ഥാപനത്തിൽ നിന്ന് ഞാൻ 100ക്ക് 110% ഉറപ്പിച്ചു പറയാം, മോശം അനുഭവം ഉണ്ടായ പെൺകുട്ടികൾ ഒരുപാടാണ്. 1 2 അല്ല, 1 2 1 കണക്കാം, മനസ്സിലായ? പക്ഷെ ഒരുപാടാണ്. അതുകൊണ്ട് ചുമ്മാ വന്ന് പെൺപിള്ളേരെ കിടന്ന് വായ്ത്താളം അടിക്കുന്നതല്ല നിങ്ങളെ സ്ഥാപനത്തിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. അവർക്കുണ്ടായ അനുഭവമാണ് ഷെയർ ചെയ്യുന്നത്. ചേച്ചി ചുമ്മാ ന്യായീകരിച്ച് മെഴുകി വീണ്ടും ഏറി കയറാനാണ് ചേച്ചിയുടെ ഉദ്ദേശം. അപ്പം അടുത്തതാണ് മെയിൻ പാർട്ട്. ചേച്ചി അന്യൻ റമോ അമ്പി കളിക്കുന്ന സാധനം ഇതാണ്. നോക്കാം. നിങ്ങൾ ഇത് എടുക്കണം. നിങ്ങളിൽ കൂടിയാണ് ഞങ്ങളുടെ പബ്ലിസിറ്റി. കാരണം എന്ന് വെച്ചാൽ നേരത്തെ അച്ഛന്റെ ഒലിവിയെ കൂടെ മാത്രം കസ്റ്റമൈസേ കാണുന്നുള്ളായിരുന്നു. ഇന്ന് നിങ്ങളുടെ ഇത്രയും യൂട്യൂബ് ചാനലിൽ കൂടെ വേൾഡ് മൊത്തം പല കാറ്റഗറിയിലുള്ളവരിലേക്ക് ഒലിവി എത്തിപ്പെടുകയാണ്. അത് നിങ്ങൾ തരുന്ന ആ ഒരു സ്നേഹമല്ലേ, 10 പൈസയുടെ ചെലവില്ലാത്ത. അതിന് എല്ലാവരോടും താങ്ക്സ്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഒരു മീറ്റപ്പ് വെക്കണം, എല്ലാവരുമായിട്ട് ചേർന്ന് നമുക്ക് മകളുടെ ഒരു മീറ്റപ്പ് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഒരു ട്രീറ്റ് തരണം. അല്ലാതെ നിങ്ങളെ എല്ലാവരും ചീത്ത വിളിക്കാൻ വരുന്ന അച്ഛൻ വരത്തില്ല. അതിന്റെ പോസിറ്റീവ് വശമേ അച്ഛൻ എടുക്കത്തുള്ളൂ, നെഗറ്റീവ് വശമൊക്കെ കളയും. അപ്പൊ നിങ്ങൾക്ക് ആ കോപ്രായി ഇട്ട് തന്നതാ. ഇതിൽ എത്ര പേരെ അതിനെ പിടിച്ചോണ്ട് വന്നത് അല്ലേ? അപ്പൊ അത്രയും പേർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി അച്ഛൻ ചേച്ചിയുടെ വീട്ടിലോട്ട് ട്രീറ്റിന് പോകാന്നാണ് ചേച്ചി ക്ഷണിച്ചിരിക്കുന്നത്. ഡേറ്റ് പറഞ്ഞാൽ ചേച്ചി എന്തായാലും കൊള്ളാം. എന്തായാലും അന്യൻ റമോ അമ്പി ഞാൻ ഇപ്പം പറഞ്ഞത്. ഇപ്പൊ ചേച്ചി പറഞ്ഞത് യൂട്യൂബേഴ്സ് എല്ലാവരും കൂടി നെഗറ്റിവിറ്റി ആയാലും അവർക്ക് റീച്ച് കിട്ടുന്നു, പല കാറ്റഗറിയിൽ അവരെത്തുന്നു, ഫെയിമായി, കിടിലുമായി, എല്ലായിടത്തും വേൾഡ് വൈഡ് വെബായി എന്നാണ് അവർ പറഞ്ഞു വയ്ക്കുന്നത്. കുറച്ചിപ്പുറത്ത് വേറൊരു ചാനലിൽ വന്ന ഒരു ഇന്റർവ്യൂലും കാണിച്ചു തരാം. അപ്പൊ കൊടുക്കുന്നവനെ ക്രൂശിക്കാനാണ് ജനം നിൽക്കുന്നത്. ഇത്രയും ഫെസിലിറ്റി കൂടുതൽ ഇനി ഞാൻ എന്തോ എന്റെ സ്റ്റാഫുകൾക്ക് കൊടുക്കണം? അറിയാത്ത ആൾക്കാർ പോലും വെറുതെ ഓരോ എടുത്തിട്ട് കണ്ടന്റ് ആക്കുന്നു, ക്യാപ്ഷൻ കൊടുക്കുന്നു, അതുവഴി അങ്ങ് വൈറലാക്കുന്നു. ഞാൻ ഒരു സ്ത്രീയാണ്. എന്നെ അപമാനിക്കുന്നതിന്, എന്റെ ബിസിനസ്സിൽ അപമാനപ്പെടുത്തുന്നതിന് എന്തെല്ലാം നിയമവശങ്ങളുണ്ടെന്ന് ഇവർക്ക് ആർക്കും അറിയത്തില്ലേ? എന്റെ മുമ്പിൽ നിയമമുണ്ട്. എന്നെ ഒരു സ്ത്രീ എന്ന നിലയിൽ ഈ പബ്ലിക്കിന്റെ മുന്നിൽ ഇത്രയും ഇൻസൾട്ട് ചെയ്തു, എന്റെ സ്ഥാപനത്തിനെ ഇൻസൾട്ട് ചെയ്തതിന് നിയമത്തിന്റെ ഏതറ്റം വരെ ഞാൻ മുന്നോട്ട് പോകും. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു ചേച്ചി, ഓരോ സമയം ഓരോന്ന് വിളിച്ചു പറയാതെ
സത്യസന്ധമായി സംസാരിക്കാൻ പഠിക്കുക. അപ്പോൾ ഈ ഓരോ സമയം ഓരോന്ന് വിളിച്ച് പറയേണ്ട അവസ്ഥ വരില്ല. ആദ്യം പറഞ്ഞ എല്ലാവരും നമുക്ക് ഒരുമിച്ച് നമ്മളെ നെഗറ്റീവ് പറഞ്ഞ യൂട്യൂബേഴ്സിന് എല്ലാവർക്കും കൂടി ട്രീറ്റ് എന്ന് അവസാനം ഇപ്പം പറയുന്നത് നിയമവശമായിട്ട് പോകുന്നത്. ഞാൻ ഒന്നിൽ ഉറച്ചില്ല ചേച്ചി. ഞാൻ പറഞ്ഞ ചേച്ചി ട്രീറ്റ് ഒന്നും തരണ്ട, നിയമവശമായിട്ട് എന്നെ പോകണം, അതാണ് അതിൻ്റെ ശരി. കാരണം എങ്കിലേ ഇതുണ്ടാവത്തുള്ളൂ. നിങ്ങൾ ഇറങ്ങണം. നിങ്ങൾ ഇറങ്ങുമ്പോഴേ ബാക്കിയുള്ള പിള്ളേരെ കൊണ്ടൊന്ന് ഞങ്ങൾക്കും അങ്ങ് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. മനസ്സിലായി? നിങ്ങൾ ഇറങ്ങണം. മറ്റേ ഏതോ പടത്തിൽ പറയുമല്ലോ, നീ ഇറങ്ങിയാലേ നമുക്കൊരു ഇതുള്ളൂ എന്ന് പറയുന്ന പോലെ ചേച്ചി ഇറങ്ങണം. മനസ്സിലായ? എന്തായാലും വെയിറ്റ് ആൻഡ് വാച്ച്. ഇനി നമുക്ക് നോക്കാം. ഇത് ഒരറ്റം വരെ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പിള്ളേർ കേസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പിള്ളേർ ഇവർക്കെതിരെ കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയൊരു തോതിലൊന്നും പോകത്തില്ല. പിന്നെ ചേച്ചിയുടെ ന്യായീകരണം സിബി അണ്ണൻ്റെ ഷോയും കണ്ട് അവിടെ ചുമ്മാ കിടക്കുന്ന അല്ലാണ്ട് ഇതൊരു നടക്ക് പോകത്തില്ല. എന്തായാലും നമുക്ക് പോരാടാം. കാരണം ഇനി ഒരു പെൺകുട്ടികൾക്കും ഒരു സ്ഥാപനത്തിൽ നിന്നും ഇതുപോലെ മോശം അനുഭവം ഉണ്ടാകാൻ പാടില്ല. കാരണം നാളെ ഒരുത്തൻ ഇതുപോലെ പെരുമാറും മുമ്പേ അവൻ ചിന്തിക്കണം, ദൈവമേ അന്ന് ഒലിവിയയിൽ സീനായതാണ്, അപ്പോൾ ഇനി അറയ്ക്കണം. അതാണ് നമ്മുടെ വിജയം. അല്ലാതെ ഇവരെ സ്ഥാപനം പൂട്ടണമെന്നൊന്നുമില്ല. ഇനി ഒരു പെൺകുട്ടിക്കും ഒരു സ്ഥാപനത്തിൽ നിന്നും ഒരു മോശം അനുഭവം ഉണ്ടാകാൻ പാടില്ല. പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും. മനസ്സിലായോ? എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് പുതിയ വീഡിയോ ആയിട്ടാണ്. ബൈ.